ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു മോണിറ്ററാണ്. നമ്മുടെ ഈ 27 ഇഞ്ചിൻ്റെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ, അതായത് ഒരു 10,000 രൂപയുടെ റേഞ്ചിൽ നിങ്ങൾക്കൊരു നല്ലൊരു 27 ഇഞ്ചിൻ്റെ ഒരു ഗെയിമിംഗ് എല്ലാം കൂടി ബഡ്ജറ്റായിട്ട് നോക്കുന്ന ഒരു മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ വീട്ടിലേക്ക് നമ്മളൊരു മോണിറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ഇത്രയും കാലം ഉപയോഗിക്കുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ സ്മാർട്ട് മോണിറ്ററാണ് 32 ഇഞ്ചിൻ്റെ. അത് നമ്മൾ ആക്ച്വലി ഇപ്പോൾ എറണാകുളത്തെ വീട്ടിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തൃശ്ശൂർ ഇപ്പോൾ വേറെ മോണിറ്റർ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഈ ആഴ്ച വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ഒരു മോണിറ്റർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലിനോവേൻ്റെ ഒരു മോണിറ്ററാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറ ഫ്രണ്ടിലേക്ക് മുമ്പിലേക്ക് ആക്കാട്ടോ. അപ്പോൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ലിനോവേൻ്റെ മോണിറ്റർ L27 4C എന്ന് പറഞ്ഞ മോണിറ്ററാണ്. അതായത് 27 ഇഞ്ചിൻ്റെ 4C എന്ന് പറഞ്ഞ മോഡലാണ്. സ്ലിം ഡിസൈനായിട്ട് വരുന്നൊരു മോഡലാണ്. ഞാൻ അവിടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ബോക്സാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും യൂട്യൂബിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനം അവൈലബിൾ ആണ്. ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലതാട്ടോ. അൾട്രാ സ്ലിം എന്നൊക്കെ മോഡലായിട്ട് വരുന്നൊരു മോഡലാണ്. പിന്നെ MD G Sync ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫുൾ HD മോണിറ്റർ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ മെയ്ഡ് ഇൻ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് ലിനോവേൻ്റെയാണ്, മെയ്ഡ് ഇൻ ചൈന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് ഇവിടെ കാണാനില്ല കേട്ടോ. 3 ഇയർ വാറണ്ടി വരുന്നുണ്ട്. മിക്ക മോണിറ്ററിനും 3 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മെയിൻ സാധനം സാംസങ്ങിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം LG നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും സ്ലിം ആയിട്ടുള്ള മോഡൽ നോക്കിയപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. പിന്നെ ഇത് കുറച്ചും കൂടി ക്വിക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് സാധനം കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കൂടെ ചെയ്താണ്. പിന്നെ HDMI കേബിൾ ഇതിൽ ഇൻബിൽഡ് ഫ്രീ വരുന്നുണ്ട്. പിന്നെ ബസ്സിൽ ഭയങ്കര കുറവാണ്. ബിൽഡിൻ സ്പീക്കർ വരുന്നുണ്ട്. 3 വാട്ടിൻ്റെ 2 വരുന്നുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മൾ ചെറിയ അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ പറ്റും. പിന്നെ ഫുൾ HD ആണ്, 27 ഇഞ്ചാണ്. ഇൻപ്ലെയിൻ സ്വിച്ചിങ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കളർ ഓൾറെഡി നമുക്ക് 99% കളർ ഗ്രേഡിങ് സംഭവമൊക്കെ നമുക്ക് കളർ ഇതൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വീഡിയോ എഡിറ്റിങ്ങും കളർ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കളർ ഗ്രേഡിങ് പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് എന്തായാലും ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. അവിടെ ഉണ്ടെന്നുണ്ട്. ഇന്ത്യൻ MRP 15,190 കൊടുത്തേക്കുന്നത്. പക്ഷേ 11 രൂപ കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10 രൂപ 10,500 ആ റേഞ്ചിലൊക്കെ നമുക്ക് സാധനം അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നത് ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ട് 1000 രൂപയുടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കാർഡുമേ. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൻ്റെ എന്താ പറയുക ലിങ്ക് അല്ലെങ്കിൽ ഞാൻ സാധനം ടാഗ് ചെയ്തേക്കേട്ടാ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോവാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോക്സ് തുറന്നപ്പോൾ നമുക്കുള്ള കണ്ടൻസുകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ലിനോവേൻ്റെ ലിമിറ്റഡ് വാറണ്ടി, അതുപോലെ തന്നെ അതിൻ്റെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു HDMI കേബിൾ ഇതിൻ്റെ കൂടെ ഫ്രീ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ പവർ കേബിൾ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ താഴെയാണ് നമുക്ക് മോണിറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യണം. അത് സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ചെറുതായിട്ട് ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മോണിറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കണ്ടു വിചാരിക്കുന്നു. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡും ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഇതിനോട് വരുന്നുണ്ട് കേട്ടോ. ലിമിറ്റഡ് വാറണ്ടിയും അതുപോലെ തന്നെ ഒരു സേഫ്റ്റി മാനുവലും അതുപോലെ തന്നെ ഒരു ക്വിക്ക് ഗൈഡും വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു എനർജി അതിൻ്റെ ഏത് ഇതിലേക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഗ്രേഡാണ് ഇതിനെ കിട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് G ഗ്രേഡാണ്. അപ്പോൾ ഇത് E ഗ്രേഡാണ് കിട്ടിക്കുന്നത്. എനർജി സർട്ടിഫിക്കേഷനാണ് വരുന്നത്. ഇനിയല്ലേ നല്ലത്? ഇത് തന്നെയാണ്. പിന്നെ 1080p ആണ്. അപ്പോൾ അതുപോലെ തന്നെ ലോ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻബിൽഡായിട്ട് തന്നെ വരുന്നുണ്ട്. ബിൽഡിൻ സ്പീക്കർ വരുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ ഏതാ മോഡലിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ AMD ഫ്രീസിംഗ് വരുന്നുണ്ട്. 99% RGB വരുന്നുണ്ട്. 2 HDMI പോർട്ട് വരുന്നുണ്ട്. ഒരു HDMI കേബിൾ ഇതിനോട് ബോക്സിൽ വരുന്നുണ്ട്. പിന്നെ ഒരു VGA പോർട്ടും വരുന്നുണ്ട്. പിന്നെ ടിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്. വേറെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരു ബഡ്ജറ്റ് മോഡലാണ്. ഇത് ഗ്രേ കളർ എന്ന് പറയുന്നത് കണ്ട പക്ഷേ സിൽവർ കളർ പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. ഇതാണ് അതിൻ്റെ മോഡൽ. കണ്ടു. ഇത് ആമസോണിൻ്റെ ആണ്. ഫ്ലിപ്കാർട്ടിൽ ഇത് 27 ഇഞ്ചിൻ്റെ ഔട്ട് സ്റ്റോക്കായി. 24 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട് തോന്നിട്ടാ. പിന്നെ കണ്ടു ഇതിൻ്റെ മൾട്ടിപ്പിൾ മോഡൽസ് അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ആമസോണിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്റർ വരുന്നത്. ഞാൻ തിരിയൂ. ഇതാണ് മോണിറ്റർ. ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല കളറുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റിക്കർ, ആ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റിക്കർ. പിന്നെ നമുക്ക് ഞാൻ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വാൾപേപ്പർ ഇട്ടിട്ട് കാണിച്ചു തരാം. നല്ല കളറുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു സ്പൈഡർമാൻ്റെ വാൾപേപ്പറാണ്. നല്ല കളറുണ്ട്, നല്ല ക്വാളിറ്റി കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ സംഭവം കൊള്ളാം. നല്ല റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി കണ്ടിരിക്കുന്നത് നമ്മുടെ മോട്ടറോളയുടെ
മോട്ടോ ബുക്കുമെയാണ് കണ്ടിട്ടേക്കുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി സാധനം വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും മോട്ടോ ബുക്കിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് OLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത് വെച്ച് കാണുമ്പോൾ എനിക്ക് ശരിക്കും അത്രയ്ക്ക് അങ്ങനെ ഡിഫറൻസ് തോന്നുന്നില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്, അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ആക്ച്വലി ആദ്യം LG ചെയ്താലാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഞാനത് മാറ്റിയിട്ട് ഞാൻ എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ സാംസങ്ങിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം ഞാൻ LG എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല പാനലുകളൊക്കെ. പിന്നെ എന്തായാലും OLED പാനൽ നമുക്ക് എന്തായാലും ഈ റേഞ്ചിലൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ലിനോവേൻ്റെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനും ഭയങ്കര സ്ലിമ്മാണ്. ഞാൻ അതിൻ്റെ സ്ലിംനെസ് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് പാനൽ കാണിച്ചു തരാം കേട്ടോ. ബാക്ക് സൈഡിൽ വരുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിൻ്റെ സ്ലിംനെസ് വരുന്നുണ്ടോ. പിന്നെ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 ബട്ടൺ ഉണ്ട്, പവർ, പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, പിന്നെ നമുക്ക് ആ ജോയ്സ്റ്റിക് മോഡൽ, പിന്നെ ഇവിടെയാണ് അതിൻ്റെ കേബിളും സംഭവം. കേബിൾ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ, അതൊക്കെ ജസ്റ്റ് നോർമൽ തന്നെ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ രണ്ടാകെ സ്ക്രൂ ഉള്ളൂ. അത് നമുക്ക് കൈ കൊണ്ട് ഫിറ്റ് ചെയ്യാവുന്ന 2 സ്ക്രൂകളാണ്. നമുക്ക് ടൂൾസും കാണുമൊന്നും വേണ്ട. അതൊരു നല്ല സംഭവം തന്നെയാണ് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ലിനോവേൻ്റെ എന്താ പറയുക L27 4C എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ 10,000 റേഞ്ചിൽ വരുന്ന ഒരു നല്ല 27 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ. നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക ഗെയിമിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. 144 റിഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 5 മില്ലി സെക്കൻഡേതാണെന്ന് വരുന്നതെന്ന് തോന്നുന്നത്. അതോ 5 ആണോ 1 ആണോ, ഒരു മിനിറ്റ്, ഇതിൽ ഒരു 1 ms ഉള്ളൂ കേട്ടോ, ഒരു MS-ൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ 3 വാട്ടിൻ്റെ 2 സ്പീക്കർ വരുന്നുണ്ട്. 1 MS ഉള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റേറ്റിൽ LG ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 5 MS ആണ് കിട്ടുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു 10 രൂപ 10,500 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. കണ്ടോ, ഇതാണ് സംഭവം. ആമസോണിൽ കണ്ടോ 11,499 വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ആക്സിസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 രൂപ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട് ആക്സിസ് കാർഡ് ഉണ്ട്, HDFC കാർഡ് ഉണ്ട്, BOB കാർഡാണെങ്കിൽ 800 രൂപയുണ്ട്. പിന്നെ ആമസോൺ ICICI കാർഡാണെങ്കിൽ 574 രൂപയുണ്ട്. അപ്പോൾ അത് നോക്കാട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമ്മൾ Find X9ൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്, കാണാൻ മറക്കണ്ട. കണ്ടോ, സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ വിവോൻ്റെ X300 റേഞ്ചിൽ വരുന്ന ഒപ്പോൻ്റെ ഫോണാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണട്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് അനലിസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അടുത്ത കാണാം. ബൈ.